നമസ്കാരം. തെമ്മാടി വേലപ്പൻ എന്ന് പറഞ്ഞ പടത്തെക്കുറിച്ച് റിവ്യൂ ചെയ്യുമ്പോൾ ഈ തെമ്മാടി വേലപ്പനിലെ അഭിനയത്തിന് പ്രേം നസീറിന് ഭാരത് അവാർഡ് കൊടുക്കണം എന്നെഴുതാൻ പറ്റും. ഈ പൊട്ടൻ എന്തൊക്കെയായി എഴുതി വെക്കണമെന്ന് നിങ്ങൾ ആലോചിച്ചു. പിന്നെ ശ്രദ്ധിക്കപ്പെടാനാണത്രേ ഞാൻ നസീർ സാറിനെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ വേറെ എന്തോ ലക്ഷ്യം എനിക്കുണ്ട് എന്ന് അവൻ കണ്ടുപിടിച്ച് കളഞ്ഞു. അതാണ് എൻ്റെ രഹസ്യം, എൻ്റെ മനസ്സിലിരിക്കുന്ന രഹസ്യം കണ്ടുപിടിച്ച് കളഞ്ഞു. അതാണ് പ്രശ്നം. എടാ പൊട്ട, നസീർ സാറിന് ഈ നേരം വരെ ഇവിടുത്തെ കുറേ കൂതറ യൂട്യൂബുകളുണ്ടല്ലോ, എന്തെല്ലാം അനാവശ്യങ്ങൾ എഴുതി വിട്ടാലും ശരി, നസീർ സാറ് മദ്യപിച്ച് അങ്ങനെയാണ് ചത്തുപോയതെന്ന് വരെ എഴുതിയ കൂതറ തിരുവനന്തപുരത്തൊരു യൂട്യൂബറുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. എൻ്റെ ലൈറ്റ്സ് ക്യാമറ ആക്ഷനിൽ പ്രേം നസീർ എന്ന് പോലും ഞാൻ പറയില്ല, ഞാൻ നസീർ സാർ എന്നല്ലേ പറയും. ഞാൻ ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ നസീർ സാറിനെ കളിയാക്കിക്കൊണ്ട് എന്തെങ്കിലും കള്ളം എഴുതിയിട്ടുണ്ടെങ്കിൽ, കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെളിയിക്കുക. അതിന് പകരം ദിനേശ് ഇങ്ങനെ സ്ഥിരമായി നസീർ സാറിനെ പറ്റി തെറി എഴുതിയാൽ ശ്രദ്ധിക്കപ്പെടാം എന്ന് വിചാരിച്ചെഴുതുന്നു, അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തോ ഒരു ഗൂഢ ലക്ഷ്യമുണ്ടെന്നാണ് അവൻ പറയുന്നത്. ചിരിച്ചുകൊണ്ട് പിന്നിൽ നിന്നും കുത്തുന്നവനാണത്രേ ഞാൻ. നല്ല ആൾക്കാരെ താറടിച്ച് കാണിച്ച് ശ്രദ്ധ നേടുന്ന ആളുമാണ് ഞാനെന്ന് പറയും. എന്ത് പറയാൻ, ഒരു 700 എപ്പിസോഡോളം നമ്മുടെ ചാനലിൽ തന്നെ നിങ്ങൾ കണ്ടതല്ലേ. ഞാൻ എവിടെയെങ്കിലും ആരെയെങ്കിലും പിന്നിൽ നിന്ന് കുത്തുന്നത് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ആരെയെങ്കിലും ആവശ്യമില്ലാതെ താറടിച്ച് കാണിക്കുന്നത് ആരെയെങ്കിലും ഒരാളെ പറ. ഇവനോടൊക്കെ ഉത്തരം പറഞ്ഞ് ഇവനെയൊക്കെ വലുതാക്കാതിരിക്കുന്നതാണ് നല്ലത്. എൻ്റെ പേര് വിറ്റ് 10 പേരുടെ ശ്രദ്ധ കിട്ടാൻ ഫേസ്ബുക്കിൽ വിവരക്കേട് എഴുതുന്ന ഈ മഹാൻ്റെ വിചാരം എല്ലാവരും യവനെപ്പോലെ യവൻ്റെ ജന്മം കൊടുത്തവനെയും പോലെയാണെന്നാണ് വിശ്വസിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ എന്തോ ലക്ഷ്യമുണ്ടത്ര എനിക്ക് ഉണ്ട്. സത്യമാഷിൻ്റെ 2 ആൺമക്കളും എനിക്ക് നിറയെ കാശ് തരും നസീർ സാറിനെ കുറിച്ച് മോശമായിട്ട് എഴുതിയാൽ. മധു സാറിൻ്റെ മോളും എനിക്ക് കാശ് തരും അവരുടെ അച്ഛന്മാരെ പൊക്കി പറയാനായിട്ട്. ഷാനവാസോ അയാളുടെ 3 സഹോദരിമാരോ ഈ നേരം വരെ എനിക്ക് 10 പൈസ തന്നിട്ടില്ല. അതിനാൽ കിട്ടുന്നിടത്തൊക്കെ നസീർ സാറിനെ ഞാൻ പുച്ഛിച്ചാണ് സംസാരിക്കാറ്. പോരെ, ഞാൻ തന്നെ പറയാണ് പോരെ. സത്യമാഷും നസീർ സാറും മധു സാറും തമ്മിലുണ്ടായിരുന്ന ഹാർമണിയെപ്പറ്റി ഈ ഫേസ്ബുക്ക് വൈസ് ചാൻസലർക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം. ജീവിതത്തിൽ എല്ലാം മതിയായി എന്നെ വിളിച്ചിട്ട് എൻ്റെ മോനെ ഈ ലോകത്ത് ജീവിക്കാൻ വിടാമായിരുന്നു എന്ന് പറഞ്ഞ പത്മശ്രീ തെക്കുറിച്ചി സുകുമാരൻ നായർ ജീവിച്ച നാടാണ്ടോ പൊട്ട കേരളം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നസീർ സാറിനെ ഒരു സിനിമാക്കാരനും തള്ളി പറഞ്ഞിട്ടില്ല. തെക്കുറിച്ചി മാമൻ പോലും അദ്ദേഹം നായകനായി നിൽക്കുമ്പോഴാണ് ജീവിത നഗു പോലുള്ള മെഗാ സൂപ്പർ ഹിറ്റായ ദക്ഷിണേന്ത്യ മുഴുവൻ ഓടിയ സിനിമയിലെ നായകനായി നിൽക്കുമ്പോഴാണ് അടുത്ത പടത്തിൽ നസീർ സാറിൻ്റെ അച്ഛനായിട്ട് അച്ഛൻ എന്ന് പറഞ്ഞ ഉദയായുടെ സിനിമയിൽ തെക്കുറിച്ചി മാമ അഭിനയിക്കുന്നത്. നസീർ സാർ മരിച്ചപ്പോൾ തെക്കുറിച്ചി മാമ പറഞ്ഞ ഡയലോഗാണ് ഞാനിത് പറഞ്ഞത്. ജീവിതത്തിലെല്ലാം എനിക്ക് മതിയായി, എന്നെ അങ്ങ് വിളിച്ചിട്ട് എൻ്റെ മോനെ ഈ ലോകത്ത് ജീവിക്കാൻ വിടാമായിരുന്നു എന്ന് നസീർ സാറിനെ പറ്റി പറഞ്ഞ ആളാണ് തെക്കുറിച്ചി മാമൻ. ആരാണ് നസീർ സാറിനെ ഒതുക്കാൻ നടന്നതെന്ന് ഈ മഹാൻ പറയണ്ടേ. പിന്നെ ശ്രദ്ധ കിട്ടാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് മെനഞ്ഞാന്നാണ്ടോ നാഷണൽ അവാർഡ് കിട്ടിയ സുഹൃതം അടക്കം 38 സിനിമകളിൽ ഞാൻ സംവിധാന സഹായിയായിരുന്നു, സഹസംവിധായകനായിരുന്നു, അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു, PRO ആയിരുന്നു. കുറച്ച് സീരിയലുകൾ സ്വന്തമായി സംവിധാനം ചെയ്തു. ഒരു ഓടാത്ത പടവും സംവിധാനം ചെയ്തു. എന്നാലും ശാന്തിയുള്ള ദിനേശിനെ കുറച്ച് പേർക്കെങ്കിലും അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. നിന്നെ പോലെ അല്ല. നീ ഇനി 1000 ഫോട്ടോ ഫേസ്ബുക്കിൽ ഇട്ടാലും നിന്നെ ആരും മനസ്സിലാക്കില്ല. പക്ഷേ ഈ ലൈറ്റ്സ് ക്യാമറ ആക്ഷനൊക്കെ തുടങ്ങുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഫേസ്ബുക്ക് യൂട്യൂബൊക്കെ വരുന്നതിന് മുമ്പും കുഞ്ഞമ്മയും കൂട്ടുകാരുടെ സ്ക്രിപ്റ്റ് എഴുതിയ ആൾ, അമ്പലക്കര UP സ്കൂളിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയ ആൾ, ഇത് രണ്ടും അസോസിയേറ്റ് ചെയ്ത ആൾ, വലയം എന്ന് പറഞ്ഞൊരു വലിയ സീരിയൽ 300 എപ്പിസോഡ് സംവിധാനം ചെയ്ത ആളെന്നുള്ള നിലയ്ക്കൊക്കെ എന്നെ കുറച്ച് പേർക്കെങ്കിലും, കേരളം മുഴുവൻ അറിയാമെന്നല്ല പറഞ്ഞാൽ, കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയാമായിരുന്നു. 700ഓളം സ്റ്റോറികൾ യൂട്യൂബിൽ ചെയ്തു. അതിൽ 10 എണ്ണം പോലും നസീർ സാറിൻ്റേതായിട്ടില്ല. അപ്പോൾ പിന്നെ നസീർ സാറിനെ വിറ്റാണോ ഞാൻ ജീവിക്കുന്നത്? 2,17,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എൻ്റെ ലൈറ്റ്സ് ക്യാമറ ആക്ഷന്. നിന്റെ വീട്ടുകാർക്കല്ലാതെ ആർക്കും അറിയില്ല എന്നതിന് ഞാൻ എന്ത് പഴിച്ചു എന്നാണ് ഈ പൊട്ടനോട് എനിക്ക് ചോദിക്കാനുള്ളത്. മേലിലെങ്കിലും അനാവശ്യങ്ങൾ എഴുതി ആളാവാതിരിക്കാൻ നോക്കുന്നതായിരിക്കും നല്ലത്. പ്രേം നസീർ എന്ന മനുഷ്യൻ മാതൃകയാക്കാവുന്ന നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു. സിനിമയെ ജീവശ്വാസം പോലെ കൊണ്ടു നടന്ന ആളായിരുന്നു. ഞാൻ മാത്രമല്ല, എന്നോടൊപ്പമുള്ളവരും വിജയിക്കണം, ധനികരാകണം എന്നാഗ്രഹിച്ച മനുഷ്യസ്നേഹിയായിരുന്നു അദ്ദേഹം. എന്നെ വെച്ചൊരു സിനിമ എന്നല്ല, സിനിമ എടുത്തതിൻ്റെ പേരിൽ
വീണുപോയവനെ കൈപിടിച്ചുയർത്തുന്ന മനസ്സിനുടമയായിരുന്നു നസീർ സാർ. സിനിമയുടെ ക്വാളിറ്റിക്കൊപ്പുറം അതെടുക്കുന്ന മനുഷ്യൻ്റെ നിസ്സഹായത മനസ്സിലാക്കി സഹായിച്ച മനുഷ്യനായിരുന്നു നസീർ സാർ. ഉദാഹരണം വേണമെങ്കിൽ പറഞ്ഞുതരാം. ഒരു സിനിമയിൽ രാത്രിയുള്ള 3ാമത്തെ ഷിഫ്റ്റ് എന്തോ ആയിരുന്നു, രാത്രിയുള്ള ഷിഫ്റ്റിൽ അഭിനയിച്ച് അദ്ദേഹത്തിൻ്റെ സീനെല്ലാം തീർന്നു. ആ സെറ്റിലുള്ള സീനെല്ലാം തീർന്നു. മേക്കപ്പ് അഴിച്ചു. സംവിധായകൻ പറഞ്ഞ ശേഷമേ അദ്ദേഹം മേക്കപ്പ് അഴിക്കൂ. വീട്ടിലേക്ക് പോയി. ആ സെറ്റ് അന്ന് രാത്രി പൊളിക്കുകയാണ്. നാളെ മുതൽ പുതിയ തെലുങ്ക് പടത്തിന് അവിടെ സെറ്റ് ഇടും. നസീർ സാർ പോയ ശേഷമാണ് അറിയുന്നത് 3 ഷോട്ടുകൾ ബാലൻസ് കൊണ്ട് എടുത്തിട്ടില്ല. സമയം പാതിരയാണ്. മുരുകാലയ എന്ന് പറഞ്ഞ ഒരു വലിയ പ്രശസ്തമായ മഹാബലി അടക്കം വെള്ളായണി പരമൊക്കെ എടുത്ത ഒരുപാട് സിനിമകൾ എടുത്ത E.K. ത്യാഗരാജൻ എന്ന് പറഞ്ഞ നിർമ്മാതാവ് ഉണ്ടായിരുന്നല്ലോ മുരുകാലയുടെ. അദ്ദേഹമാണ് നിർമ്മാതാവ്. കാറുകളൊക്കെ പല സ്ഥലത്തേക്കും പലരെയും കൊണ്ടുവിടാനായിട്ട് പോയിരിക്കുകയാണ്. മുരുകാലയിൽ സെറ്റിൽ ഒരൊറ്റ കാറ് പോലും ഇല്ല. ആഹാരം കഴിച്ച് നസീർ സാർ കിടക്കും മുമ്പ് ചെന്ന് കാല് പിടിച്ച് നോക്കാം. അപ്പോൾ അവിടെ ഒരു വാച്ചറുടെ TVS 50 അതുപോലുള്ള ഏതൊരു ചരക്ക് വണ്ടി ഇരിക്കുകയായിരുന്നു. അതെടുത്ത് എന്താ പറയുക, ത്യാഗരാജൻ പറന്നു നസീർ സാറിൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ വിചാരിച്ചെന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിയിൽ അവിടെ ചെന്നിട്ട് നസീർ സാറിനെ കാല് പിടിച്ചെങ്കിൽ ഈ 3 ഷോട്ടിൽ നിന്ന് എടുത്തില്ലെങ്കിൽ സാറ് സെറ്റ് പൊളിക്കും. സെറ്റ് പൊളിച്ചാൽ നമ്മൾ പിന്നെ ഈ സെറ്റ് ഇടണമെങ്കിൽ ലക്ഷങ്ങളാവും. അപ്പോൾ സാർ ഒന്ന് സഹകരിക്കണം എന്ന് പറഞ്ഞാൽ സാർ വരും. അപ്പോൾ സാറ് വരുമ്പോൾ സാറിൻ്റെ കൂടെ സാറിൻ്റെ കാറിലിങ്ങ് വന്നിട്ട് തിരിച്ച് സാറിനെ കൊണ്ടാക്കാൻ പോയിട്ട് ചടക്ക് വണ്ടി എടുത്തോണ്ടിരാന്ന് പറഞ്ഞാണ് ത്യാഗരാജൻ ഇത് ഓടിച്ച് സാറിൻ്റെ വീട്ടിൽ ചെന്നത്. സാറിൻ്റെ വീട്ടിൽ വെച്ചിട്ട് വണ്ടി ചാരി വെച്ചിട്ട് ആരും എടുത്തോണ്ടൊന്നും പോകില്ല. അങ്ങനത്തെ ഒരു തല്ലുപൊളി സാധനം വെച്ചിട്ട് വരാമല്ലോ എന്ന് കരുതി വീട്ടിലെത്തി. കാവൽക്കാരനോട് സാറിനെ കാണണം അത്യാവശ്യം എന്ന് പറഞ്ഞു. അയാൾ ഗേറ്റ് തുറക്കാതെ അകത്തേക്ക് പോയി വിവരം പറഞ്ഞു. നസീർ സാർ തന്നെ ഇറങ്ങി വന്നപ്പോൾ ഗേറ്റിൽ ഏതോ ഒരു അണ്ണാച്ചി രൂപം നിൽക്കുകയാണ്. അർദ്ധരാത്രിയല്ലേ. സാർ ഇറങ്ങി ഗേറ്റിനടുത്തേക്ക് ചെന്നു. അപ്പോഴാണ് മനസ്സിലായത് മുരുകാലയ ത്യാഗരാജനാണ്. കുറച്ച് സമയം മുൻപ് വരെ തന്നോട് സംസാരിച്ചുകൊണ്ടിരുന്ന നിർമ്മാതാവ്. എന്താ സേ എന്ന് ചോദിച്ചു. ത്യാഗരാജൻ തൻ്റെ വന്നതിൻ്റെ കഥ മുഴുവൻ വിശദീകരിച്ചു. നസീർ സാർ എല്ലാം കേട്ടു. സെറ്റ് പൊളിച്ചാൽ ഇടാൻ പിന്നെ 1000 വേണം. പിന്നെ തൻ്റെ വിലപ്പെട്ട സമയവും ഒപ്പിക്കണം. ഒരു നിമിഷം നസീർ സാർ ആലോചിച്ചു. നിൽക്കാൻ പറഞ്ഞിട്ട് നസീർ സാർ വീടിനകത്തേക്ക് പോയി ഡ്രസ്സ് മാറി വേഗം പുറത്തേക്ക് വന്നു. ഗേറ്റ് തുറന്ന് പുറത്തിറങ്ങിയപ്പോൾ സാറ് നോക്കുമ്പോൾ ആ റോഡിൽ കാറുകളൊന്നും കാണാനില്ല. ഒരു ചക്ര വണ്ടി, സ്റ്റാൻഡൊന്നും ഇല്ലാത്തൊരു വണ്ടി ചാരി വെച്ചിരിക്കുന്നു മതിലിൽ. എങ്ങനെയാ സേ വന്നത് എന്ന് നസീർ സാർ ചോദിച്ചു. ത്യാഗരാജൻ ആ ചടക്ക വണ്ടി ചൂണ്ടിക്കാണിച്ചു. ഡ്രൈവറും മേക്കപ്പ് ഒക്കെ വീടുകളിൽ പോയി. പിന്നെ എങ്ങനെയാ എന്നായി നസീർ സാർ. ത്യാഗരാജന് ഉത്തരമില്ല. കാരണം സമയം പാതിരാത്രിയാണേ. പറഞ്ഞാൽ നിങ്ങൾ എത്ര വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. സാറ് നടന്ന് ചടക്ക് വണ്ടിക്ക് അടുത്തേക്ക് നടന്നു. ത്യാഗരാജൻ വണ്ടി നൂർത്ത് അടിച്ചടിച്ച് സ്റ്റാർട്ടാക്കി. നസീർ സാർ വന്ന് നിന്നപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ വണ്ടി പിണങ്ങി സ്റ്റാർട്ടാവുന്നില്ല. ത്യാഗരാജൻ നിർമ്മാതാവാണ്. എങ്ങനെയൊക്കെ ചവിട്ടി അടിച്ച് വണ്ടി സ്റ്റാർട്ടാക്കി. മലയാള സിനിമയിലെ നിത്യഹരിത നായകനെ ആ ചടക്ക് വണ്ടിയുടെ പുറകിലിരുത്തി 4-5 കിലോമീറ്റർ അപ്പുറത്തുള്ള മുരുകാലയ സ്റ്റുഡിയോയുടെ സെറ്റിലേക്ക് ത്യാഗരാജൻ ഓടിച്ചു. ഈ വണ്ടി അവിടെ എത്തിച്ചിട്ട് വേണം ഈ വണ്ടിയിൽ വാച്ചർക്ക് വീട്ടിൽ പോകാൻ. ഏത് സിനിമാക്കാരൻ ഇങ്ങനെ ഒരു എന്താ പറയുക സന്ദർഭത്തിൽ ഇതുപോലെ ചെയ്യും? തനിക്ക് രാത്രി കഴിക്കാനുള്ള ചപ്പാത്തി വരാൻ 5-6 മിനിറ്റ് വൈകിയതിനാൽ മലയാളത്തിലെ തലയെടുപ്പുള്ള സംവിധായകൻ്റെ ഷൂട്ട് നിർത്തിവെച്ച താരത്തെ എനിക്കറിയാം. ഞാൻ ആ സെറ്റിൽ യാദൃച്ഛ്യമായി ആ സന്ദർഭത്തിൽ ചെന്ന് കയറി. രാത്രി വീട്ടിൽ പോകുന്ന വഴിക്ക് കയറിയതാണ്. കയറണ്ടായിരുന്നു എന്ന് പിന്നെ തോന്നി. ചപ്പാത്തി വന്ന ഉടനെ സംവിധായകൻ ആ ആഹാരം കൊടുക്കുന്ന സെക്ഷനെ മുഴുവൻ സെറ്റിൽ നിന്നും പിരിച്ചു വിട്ട ശേഷം മാത്രമേ ഈ താരം ചപ്പാത്തി തിന്നുള്ളൂ. പിരിച്ചുവിട്ട ആഹാരം വിളമ്പുന്നവരിൽ സീനിയറായ ആൾ എന്നോട് വികാരവിവശനായി പറഞ്ഞത്, ദിനേശ് സാറേ, ഈ എന്ന് പറഞ്ഞിട്ട് ഒരു നാടൻ ഭാഷയിൽ തലമുടിക്ക് തമിഴന്മാർ പറയുന്ന ഒരു ചീത്ത വിളിച്ചിട്ട് പറയാണ്, എൻ്റെ കയ്യിൽ നിന്നും എത്ര ദിനേശ് ബീഡി വാങ്ങി വലിച്ചിട്ടുണ്ട് എന്ന് ദിനേശ് സാറിന് അറിയാമോ? തുടക്കകാലത്ത് അവന് വായി കുത്തിക്കയറ്റാൻ നിർമ്മാതാവിൻ്റെ കാശിൽ ഞാൻ എന്തെല്ലാം വാങ്ങിക്കൊടുത്തിട്ടുണ്ടെന്ന് അറിയാമോ? അയാൾക്ക് ഭയങ്കര സങ്കടം വന്നു കേട്ടോ. ഒരു 5 മിനിറ്റ് ചപ്പാത്തി താമസിച്ചതിനാണ്. അവനിപ്പം വലിയ താരമായപ്പോൾ ചപ്പാത്തി കയറ്റാൻ 5 മിനിറ്റ് വൈകിയതിന് ഞങ്ങളെ പിരിച്ചു വിട്ടു സാറേ.
അനുഭവിക്കും സാറേ, വെള്ളമിറങ്ങി ഇവൻ ചാവില്ല, ഞാനാ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് കണ്ണ് തുടച്ചുകൊണ്ട് പോകുന്ന ഒരു ആഹാരം വിളമ്പുന്ന ആളിനെ എനിക്കറിയാം. വളരെ സീനിയറായ ഒരാളാണ്, നല്ല സൗഹൃദമുള്ള ഒരാളാണ്. അവിടെയാണ് EK ത്യാഗരാജൻ്റെ ചടക്ക് MIT കയറി, MIT ആണ് TVS 50 ആണ്, അതിൽ കയറി മുരുകാല സ്റ്റുഡിയോയിലേക്ക് നസീർ സാർ പോയത് അഭിനയിക്കാൻ. വിഷയം മാറിപ്പോയി. എൻ്റെ പൈസ തരാതെ അഭിനയിക്കില്ല, അവസാനത്തെ 2 റീലുകൾ ഡബ് ചെയ്യില്ല എന്ന് ഒരിക്കലും നസീർ സാർ പറഞ്ഞതായി ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ആരുടെ പടമിറങ്ങിയാലും മദ്രാസിലിരുന്നു കൊണ്ട് തിരുവനന്തപുരം, എറണാകുളം, പാലക്കാട്, കോഴിക്കോട് 4 ഇടത്ത് വിളിച്ച് എങ്ങനെയുണ്ട് എന്ന് തിരക്കുന്ന ഏക മനുഷ്യനായിരുന്നു നസീർ സാർ. നസീർ സാറിൻ്റെ പടമല്ലോ ചോദിക്കുന്നത്, ഏത് പടം ഇറങ്ങിയാലും ചോദിക്കും എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും. കൊടുക്കുന്ന വിഗ്, ഷർട്ടുകൾ, ഭക്ഷണം ഒന്നും ഒരു സെറ്റിലും നസീർ സാർ വലിച്ചെറിഞ്ഞിട്ടേയില്ല. എല്ലാം ഉൾക്കൊള്ളാനാകുന്ന മനസ്സായിരുന്നു നസീർ സാറിൻ്റെ. തൻ്റെ നിരവധി സിനിമകളിൽ സൈഡ് റോളുകൾ ചെയ്തിരുന്ന ജയൻ്റെ സിനിമയിൽ സൈഡ് റോളായിട്ടും, നായാട്ട് എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾക്കറിയില്ലേ, ഒരു വൈമനസ്സുമില്ലാതെ അഭിനയിച്ച ആളായിരുന്നു നസീർ സാർ. കൂടെ അഭിനയിക്കുന്നവർ വർക്കൊന്നുമില്ല എന്നറിഞ്ഞാൽ, ഒരുപാട് പേരുണ്ടല്ലോ മദ്രാസിൽ, അതിലാരെങ്കിലും സാറിനെ കാണുമ്പോൾ വർക്കൊക്കെ വളരെ കുറവാണ്, വെറുതെ വീട്ടിലിരിക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ നസീർ സാർ ചെയ്യുന്ന പണി എന്താണെന്ന് ചോദിച്ചാൽ, ഈ ക്യാരക്ടർ റോളുകൾ ചെയ്യാനായിട്ട് ഇതിൽ ഓരോരുത്തരെ മാറി മാറി ഓരോ ചിത്രത്തിൽ വയ്ക്കാൻ പറയും. ഈ ചിത്രത്തിൽ വെച്ചാൽ അടുത്ത പടത്തിൽ വയ്ക്കാൻ പറയില്ല, അവിടെ വേറെ ആളെ വയ്ക്കാൻ പറയും. അപ്പോൾ എല്ലാവർക്കും ജീവിക്കാമല്ലോ. അങ്ങനെ ചെയ്തിരുന്ന മനുഷ്യ സ്നേഹിയായിരുന്നു നസീർ സാർ. പറയുകയാണെങ്കിൽ ഇനിയും ഒരുപാട് പറയാനാവും. ഒരു വലിയ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ്റെ പൂജാമുറിയിൽ താൻ അഭിനയിച്ച ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോ വെച്ച് അദ്ദേഹം പൂജിക്കുന്നത് കാണാനുള്ള ഭാഗ്യം കൈവന്ന മനുഷ്യനെയാണ് മുസ്ലിമായി ചാപ്പകുത്താൻ ഇപ്പോൾ ചിലർ ഇറങ്ങിയിരിക്കുന്നത്. പേര് അബ്ദുൽ ഖാദർ എന്നായിരുന്നു. പക്ഷേ അദ്ദേഹം പച്ചയായ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെയൊക്കെ സമുദായ ചിഹ്നങ്ങളിൽ കയറ്റാനാകും ഇപ്പോൾ. പക്ഷേ പ്രേം നസീർ എന്ന മനുഷ്യ സ്നേഹിയെ കയറ്റാൻ നോക്കിയാൽ കയറ്റില്ല എന്നുള്ളതാണ് സത്യം. അത്രയ്ക്ക് ജനകീയനായ മനുഷ്യസ്നേഹിയായിരുന്നു അദ്ദേഹം. ഗൂഗിളിൽ തപ്പുന്നവർ 720 അല്ല, ചിലപ്പം 1000 എന്ന് വേണമെങ്കിലും അതിനെ മാറ്റിയിടാൻ പറ്റും. നസീർ സാർ 1000 പടങ്ങളിൽ അഭിനയിച്ചെന്ന് വേണമെങ്കിലും ഗൂഗിളിൽ ചേർക്കാൻ പറ്റും. നിങ്ങൾ ഗൂഗിളിൽ തപ്പി നോക്കൂ എന്നെപ്പറ്റി. എനിക്ക് വയസ്സ് 52 ആയുള്ളൂ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ തന്നെ പൊട്ടിച്ചിരിച്ചു അത് കണ്ടിട്ട്. ഞാൻ തിരുത്താനൊന്നും പോയില്ല. 52 വയസ്സേ എനിക്ക് ആയിട്ടുള്ളൂ ഗൂഗിളിൽ. എന്ന് മാത്രമല്ല, ഞാൻ MBBS പഠിച്ച ആളെന്നാണ് ഗൂഗിളിൽ കിടക്കുന്നത്. ഡോക്ടർ ദിനേശ് എന്നാണ് കിടക്കുന്നത്. ഞാനതൊന്നും തിരുത്താൻ പോയില്ല. ഏത് വിവരദോഷിയിട്ടോ അത് ഈ ഫേസ്ബുക്ക് യൂണിവേഴ്സിറ്റിയിലുള്ള പൊട്ടനെ പോലുള്ള ഏത് പൊട്ടൻ കയറി തപ്പിയാലും എനിക്ക് പുല്ലേ മാത്രം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഞാൻ MBBS കാരനെന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. നാളെ ഈ ഗൂഗിളിൽ തപ്പാൻ നിങ്ങൾ ആരെങ്കിലും തപ്പി നോക്കിയാൽ എന്നെ നിങ്ങൾ ഇനി ഡോക്ടർ ശാന്തിയുള്ള എന്നായിരിക്കും വിളിക്കുന്നത്. ഈ ഫേസ്ബുക്ക് പൊട്ടൻ കണക്ക് കൂട്ടുന്നതാണ് അതിനേക്കാളും ഏറ്റവും വലിയ രസം. 1960 മുതൽ 1980 വരെ അദ്ദേഹം 28 ചിത്രം ആവറേജ് വെച്ച് ചെയ്തിരിക്കും എന്നാണ് ഇയാൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 560 ചിത്രം അങ്ങനെ തന്നെ ആയില്ലേ എന്നാണ് ഇയാൾ ചോദിക്കുന്നത്. 1952 മുതൽ 1960 വരെയും 1980 മുതൽ 1989 വരെ എന്തായാലും നസീർ സാർ ഒരു 160-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ച് കാണും അത്രേ എന്നാണ് ഇവൻ പറയുന്നത്. ഇങ്ങനെയാണോ സിനിമയിലെ കണക്ക് കൂട്ടണേ? എനിക്കറിയില്ല. ഇവൻ പറയുന്ന 1989 1990-ലാണ് കടത്തനാട് അമ്പാടി വന്നത്. അതുപോലെ അവൻ അറിയില്ല, അതാണ് പ്രശ്നം. അങ്ങനെ 560 ചിത്രം 1960 മുതൽ 1980 വരെയും മറ്റേ നേരത്തെ പറഞ്ഞ 2 സമയങ്ങളിലും കൂടി 160 ചിത്രങ്ങളും ആയാൽ 720 ചിത്രങ്ങളിൽ നസീർ സാർ അഭിനയിച്ചു എന്ന് അങ്ങോട്ട് മുദ്ര കുത്താം എന്നാണ് ഇയാൾ പറയുന്നത്. തലയ്ക്ക് ഇത്തിരിയെങ്കിലും വെളിവുള്ളവർ ആരെങ്കിലും ഇങ്ങനെ ഒരാളുടെ സിനിമകളുടെ എണ്ണം കൂട്ടുമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. 1960-ൽ 2 സിനിമകളാണ് നസീർ സാറിൻ്റേതായി പുറത്തു വന്നത്. 1961-ലും 2 സിനിമകളായിരുന്നു നസീർ സാറിൻ്റേതായി വന്നത്, ജ്ഞാനസുന്ദരിയും കൃഷ്ണകുചേലിയും. 1962-ൽ 4 സിനിമകൾ പുറത്തു വന്നു. 1963-ൽ 7 സിനിമകൾ, 1964-ൽ 10 സിനിമകൾ. എന്നാൽ 1965-ൽ 19 സിനിമകൾ പുറത്തു വന്നു. വീണ്ടും 1966 ആയപ്പോൾ 12 ചിത്രങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഇവയെല്ലാം ഈ പൊട്ടം പറഞ്ഞ കണക്ക് 28 ചിത്രങ്ങൾ വീതം എന്ന് കണക്ക് കൂട്ടിയാൽ ഫേസ്ബുക്ക് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതിൻ്റെ ഗുണമുണ്ടായിരിക്കും അങ്ങനെയൊക്കെ കൂട്ടുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. പ്രേം നസീർ ഒരിക്കലും ദൈവമായിരുന്നില്ല, ഒരു പച്ചയായ മനുഷ്യനായിരുന്നു. എല്ലാ വികാരങ്ങളും ആവശ്യത്തിനുള്ള മനുഷ്യൻ. പക്ഷേ
താന്തോന്നിത്തരങ്ങൾ അദ്ദേഹം കാണിച്ചിരുന്നില്ല. ദയവായി നസീർ സാറിനെ വിഗ്രഹമാക്കാൻ നിൽക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ നമ്മളെ ആളാണ് എന്ന് ആക്കാനും നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനൊക്കെ മേളിലാണ് നസീർ സാർ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ 2 എപ്പിസോഡ് കണ്ടിട്ട് ഈ ഫേസ്ബുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്ന ആ പൊട്ടന് ഇനി എന്തെങ്കിലും എന്നെ തെറി പറയണമെന്ന് പറഞ്ഞ് ഇനിയും എന്തെങ്കിലും അനാവശ്യം എഴുതി വിട്ടാൽ അതിനൊന്നും ഞാൻ മറുപടി പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നസീർ സാറിനെ തലയ്ക്ക് വെളിവുള്ളവരാരും നസീർ സാറിനെ വിമർശിക്കില്ല, ഞാനും വിമർശിച്ചിട്ടില്ല. പക്ഷേ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ചെറിയ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ വിജയശ്രീ മരിച്ചപ്പോൾ അദ്ദേഹം ബാംഗ്ലൂരിൽ ഹരിഹരൻ്റെ സെറ്റിൽ അഭിനയിക്കുകയായിരുന്നു. ഹരിഹരൻ ഷൂട്ടിംഗ് നിർത്തിവെച്ചു. രാഘവൻ അവിടുന്ന് മദ്രാസിലേക്ക് വന്നു അവസാനമായി ബോഡി കാണാൻ. പക്ഷേ അങ്ങനെ നിർത്തിവെച്ചിട്ട് പോലും എൻ്റെ കുറേ സിനിമകളിൽ അഭിനയിച്ച 10-18 വയസ്സ് മാത്രമുള്ള ഒരു പൊട്ടി പെണ്ണാണല്ലോ ഈ ആത്മഹത്യ ചെയ്തത് എന്ന് വിചാരിച്ച് മദ്രാസിലേക്ക് അവസാനമായി അവളെ ഒന്ന് കണ്ടാക്കി എന്നോട് പിണങ്ങിയവളാണെങ്കിലും ഞാൻ കുഞ്ചാക്കയുടെ പക്ഷത്ത് നിന്നതുകൊണ്ട് എനിക്ക് അവളോടൊപ്പം നിൽക്കാൻ പറ്റിയില്ല എന്നുള്ള കുറ്റബോധം ഉണ്ടെങ്കിലും അവസാനമായി ചെന്നൊന്ന് വിജയശ്രീയെ കാണാമായിരുന്നു. നസീർ സാർ വന്നില്ല എന്ന് മാത്രമല്ല, അന്ന് വൈകുന്നേരം ബാംഗ്ലൂരിൽ നടന്ന ഒരു പാർട്ടിയിൽ നസീർ സാർ അടക്കമുള്ളവർ പങ്കെടുക്കുകയും ചെയ്തു. രാഘവൻ മാത്രമാണ് മദ്രാസിലെത്തിയത്. അതുകൊണ്ട് തന്നെ പിന്നെ രാഘവനെ ഒരുപാട് സിനിമകളിൽ നിന്ന് ആരൊക്കെയോ ഒതുക്കി. ഇങ്ങനെ പറയാൻ തുടങ്ങുകയാണെങ്കിൽ നസീർ സാറിൻ്റെ നെഗറ്റീവായ കുറച്ച് കഥകൾ നമുക്ക് പറയാൻ കഴിയും. നല്ല ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ നെഗറ്റീവ് കഥകൾ പറയാൻ കഴിയും. പക്ഷേ അതിനൊക്കെ എത്രയോ മോളിലാണ് നസീർ സാർ നിൽക്കുന്നത്. ആ മനുഷ്യനെ പറ്റി ഞാൻ അനാവശ്യം പറഞ്ഞു എന്ന് പേരുണ്ടാക്കാൻ വേണ്ടി കള്ളക്കഥ ഉണ്ടാക്കുന്ന ഇതുപോലെ ഫേസ്ബുക്ക് യൂണിവേഴ്സിറ്റിയിലുള്ളവന്മാർ പറയുന്നത് വിശ്വസിക്കരുത്. വീണ്ടും ഒന്നുകൂടി പറയുന്നു, യവൻ ഇനി എന്നെ എന്തൊക്കെ എഴുതിയാലും ഞാനതിന് മറുപടി പറയില്ല. കാരണം യവൻ മറ്റേ പണ്ട് മാംഗോസ്റ്റി മരത്തിൻ്റെ ചോട്ടിൽ ചാരുകസേരയിൽ കിടന്ന് സൈഗാളിൻ്റെ പാട്ട് കേട്ട് ഇങ്ങനെ ആസ്വദിച്ച് കിടക്കുമ്പോൾ ഒരു അനക്കം കേട്ട് വൈക്കം മുഹമ്മദ് ബഷീർ ഉണർന്ന് നോക്കുമ്പോൾ ഒരു കുറുനരി മുമ്പ് കൂടെ പോവുമായിരുന്നു. പെട്ടെന്ന് അദ്ദേഹം വടിയോ കമ്പോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ അന്ന് അദ്ദേഹത്തിന് കിട്ടിയ താമ്രപത്രം എടുത്തിരിക്കുകയായിരുന്നു. ആ താമ്രപത്രം എടുത്ത് ഒരൊറ്റ വീശി ഈ കുറുനരിയുടെ നേരെ. കുറുനരി കരുതിയത് അത് എനിക്ക് വൈക്കം മുഹമ്മദ് ബഷീർ തന്ന താമ്രപത്രമാണ് എന്നാണ് കരുതിയത് എന്ന് പറയും പോലെ ഇവനൊക്കെ മറുപടി പറയാൻ പോയാൽ ഇവനൊക്കെ വിചാരിക്കും മലയാള സിനിമ കണ്ടുപിടിച്ച് എന്നെ ശാന്തുള്ള ദിനേശൊക്കെ ഓരോ എപ്പിസോഡ് ചെയ്യുന്നല്ലോ എന്ന് തോന്നും. അതുകൊണ്ട് ഇനി ഈ കച്ചവടത്തിന് ഞാനില്ല. എന്ത് തെറി വേണമെങ്കിലും ആ പ്രേം നസീർ സുഹൃത്ത് സമിതി എന്ന് പറഞ്ഞവരുടെ ഫേസ്ബുക്കിലിട്ട് എനിക്ക് പുല്ലേ മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് അനശ്വരനായ പ്രിയപ്പെട്ട നസീർ സാറിൻ്റെ ആത്മാവിന് ഒരിക്കൽ കൂടി നിത്യശാന്തി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.